നീ എന്നെ തല്ലിയല്ലേ? തല്ലി, ഇനിയും തല്ലും. നാട്ടില് നല്ലൊരു ഉത്സവം നടക്കുക. ദേ എന്റെ തനിക്കുണം നിങ്ങൾ അറിയുവേ. ശാലിനിയെ, ആ ഉത്സവത്തിനല്ലേ ബാല്യ നാടകമൊക്കെ നടക്കുന്ന. നീ എവിടെ എന്തൊരു കച്ചപ്പൊക്കി ഇട്ടേക്കണ താത്തറി? എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കണോ? നിങ്ങളെ ഞാൻ ഇന്ന് ശാലിനി തല്ലു. തല്ലും. ശാലിനി തല്ലു. ആ തല്ലൂന്ന്. മീനെ, അയ്യോ മീന് വന്ന്. ചേട്ടാ ഒന്ന് നിന്നവിടെ. എത്ര വലിയ കരോട്ട എന്ന് പറഞ്ഞാലും മീൻകാരൻ വന്നാ ഓടാത്ത പെണ്ണില്ല. നമ്മളെ അടുത്താണ് കളി. എന്റെ പേരും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണല്ലേ. ആരടാ ഉച്ചക്ക് 12 മണിക്ക് കമ്പം കത്തിച്ചു വിട്ടത്? അയ്യോ, കൊടയൊക്കെ പൊട്ടി വിരിയണ വിരിയൊക്കെ നോക്ക്. ഇയാൾ എന്തുവാ ഈ പിച്ചും പേയും പറയണേ? നീ എന്നെ തല്ലിയല്ലേ? തല്ലി. നീ എന്നെ തല്ലിയല്ലേ? തല്ലി. രാജേഷ്ഠ ശാലിനി തല്ലി. ശാലിനി ആളെ കുട്ടിക്കോ? ഞാൻ ആദ്യമായിട്ട് എന്റെ ശാലിനിയെ തല്ലാൻ പോവാ. ഇവിടെ നോക്കടാ. നിനക്ക് എന്നെ തല്ലണോ അല്ലേ? തല്ലടാ. വാടാ ഇവിടെ. വാടാ വാടാ വാടാ. എന്തൊരു പ്രശ്നമാടാ? മാർബിളിന്റെ പരസ്യം. എവിടാ? ദോ നിൽക്കുന്നു സുമോ ഗുസ്തിക്കാരി. മറ്റേ തടിയനാ? തടിയനെ എവിടെ അടിച്ച് കമത്തി. അയ്യോ, ഇപ്പൊ പുതിയ വലിയ പോസ്റ്ററിൽ എവിടെ തലയിരിക്കും വരുന്ന. ഇവിടെ മാന്യന്മാർക്ക് കിടന്നുറങ്ങണ്ടേടാ. തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ മാന്യന്റെ മാന്യത നാട്ടുകാർ മുഴുവൻ കണ്ടാണ്. ആദ്യം പോയി ചാക്കെടുത്ത് മാറ്റി മുണ്ടെടുത്തു. അല്ല, മുണ്ട് പട്ടി അടിച്ചിട്ട് പോയെന്ന്. ഈ ചാക്ക് ഞാൻ എവിടെ കണ്ട് നല്ല പരിചയം. ഇന്നലെ രാത്രി ആണെങ്കിലേ എന്റെ വീടിന്റെ ജനലായിരിക്കും. അപ്പൊ ചാക്കിന് ഡബിൾ ഡ്യൂട്ടിയാണ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പറയടാ. അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. ആരെങ്കിലും ഒരാളെ പണയടേ. ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ശാലിനി കുനിഞ്ഞ് ഇന്ന് തുണി ഇറക്കുന്നു. പിക്ചറിന്റെ തലയിൽ കയറി ആ കിടക്കുന്ന കവളി മടലില്ലേ, ഇപ്പൊ തലമണ്ടേ കയറും. ഇവള് എന്നെ കണ്ടുടനെ പറയൂണ്, ഇവക്ക് മുറുമുറ വേണോന്ന്. എടാ, നിന്റെ സ്വന്തം ഭാര്യ അല്ലേടാ. എടാ, അവള് നിന്റെ അടുത്ത് പറഞ്ഞ പെറ്റെന്തര്? എന്തോന്ന്? എടാ, കുടുംബമൊക്കെ ആകുമ്പോ മുറുമുറയും ഹരഹരയൊക്കെ വേണം. അതല്ലെന്ന്. പിന്നെ ഈ കവറിൽ വരുന്നതേ. കവറിൽ വരുന്ന കൊച്ചുങ്ങളെ ചവയ്ക്കുമ്പോ കിരികിര സൗണ്ട് ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലായി. കാര്യം മനസ്സിലായില്ലേ? ചെവി ചൂണ്ടുവാ. കൊച്ചുകൾ കഴിക്കുന്ന മുറുമുറ കഴിക്കുന്ന സാധനമല്ലേ? അപ്പൊ നിനക്ക് അറിയാം. അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ പൊട്ടങ്ങളി കളിച്ചത്. അതിന്റെ പേരിൽ അവിടെ കേസ് കൊടുത്തു. ഡിവോഴ്സ് കേസ്. ഞാൻ സംസാരിക്കടാ. എന്റെ പൊന്നുമക്കളെ, നീ ഒരു പെങ്കൊച്ചല്ലേടി. ഇതിനൊക്കെ ഒരു തഞ്ചവും തരവും വേണ്ട എന്റെ പൊന്നുമോളെ. പൊന്നു രവിയേട്ടാ, ഞാനൊരു പാവമാ. ഞാനും ഭയങ്കര പാവോട്. രണ്ടുപേരും കൂടെ ഈ പാലത്തിന്റെ അടിയിൽ കിടന്ന് പാവം ചെയ്തിട്ട് ആ കേസും കൂടെ എന്റെ തല വെച്ച് തരില്ലേ? ചുമ്മാ കാര്യം സംസാരിക്കുന്ന. നിന്റെ പ്രശ്നം എന്താണെന്ന് പറയടി. എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിട്ട് എന്താ ആഗ്രഹം അറിയാവോ? കഞ്ചെടുത്ത് പറഞ്ഞുകൂടായിരുന്ന? അല്ല, പായം തന്നെ. അതെനിക്ക് വരൂല്ല. വരും. ഭർത്താവ് വന്നതല്ലേ ഉള്ളു. പായും തലങ്ങണിയും.